കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുള്ള റേഷൻ വ്യാപാരികളുടെ കടയടച്ച് പണിമുടക്ക് സമരം ഇന്ന് രണ്ടാം ദിവസത്തിൽ. കടകളടച്ച് റേഷൻ വ്യാപാരികൾ 48 മണിക്കൂർ രാപ്പകൽ സമരം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങി. റിനു ശ്രീധർ ഉണ്ട് റേഷൻ വ്യാപാരികളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഈ രണ്ടാമത്തെ ദിവസമാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഈ പൊതുവിതരണ സംവിധാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അവരെ സംബന്ധിച്ച് വലിയ ദുരിതമാണ്. നിലവിൽ എന്താണ് അവിടുത്തെ കാഴ്ച? റോഷ്നി, ഇന്നലെ രാവിലെയോടുകൂടിയാണ് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ പ്രതിഷേധത്തിലേക്ക് പോയത്. നമുക്കറിയാം, ഇന്നലെ രാവിലെ പ്രതിഷേധത്തിന് തൊട്ടു മുമ്പുള്ള 2 ദിവസങ്ങളും റേഷൻ കട അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ 4 ദിവസം സംസ്ഥാനത്ത് റേഷൻ മുടങ്ങുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത്. ഈ ഒരു പ്രതിഷേധം, സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പാളയ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഈ റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരം ഇന്നലെ ആരംഭിച്ചു. CIT-യുടെ നേതാവ് കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ VD സതീശൻ, പ്രതിപക്ഷ നേതാവിൻ്റെ സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. എന്തായാലും റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, അതുപോലെ തന്നെ റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കോടതി വിധി നടപ്പിലാക്കി റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി ഇവർ പോയിരിക്കുന്നത്. 2 ദിവസമായി റേഷൻ കടകളെല്ലാം തന്നെ അടച്ചിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. ഏകദേശം 14,000-ഓളം റേഷൻ കടകളാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അടഞ്ഞ് കിടക്കുന്നത്. സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമായി ഒരു 2 ദിവസം വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ 2 ദിവസം അവധി കൂടിയായിരുന്നു, സാധാരണഗതിയിലുള്ള അവധി. അതുകൊണ്ട് തന്നെ 4 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ഈ ഒരു റേഷൻ മുടങ്ങുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നേരത്തെ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ യൂണിയനുകൾ ഈ ആവശ്യവുമായി ഉന്നയിച്ചുകൊണ്ട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ പോയത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കിറ്റ് ഉൾപ്പെടെ നൽകിയെങ്കിലും ആ കിറ്റിൻ്റെ കമ്മീഷൻ പോലും, അല്ലെങ്കിൽ അതിനുള്ള വേതനം പോലും ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്നാണ് വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വ്യാപാരികൾ പോയതും വലിയ ഒരു സമരത്തിലേക്ക് ചെയ്യുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിൻ്റെ ഒരു സമാപന സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യും.